ശരി, എറണാകുളം ചോറ്റാനിക്കരയിൽ പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു ഡോക്ടറുടെ വീടാണ്. ഇവിടെ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന നിലയിലാണ് തലയോട്ടിയും മറ്റും കണ്ടെത്തിയത്. സിനിമകൾ കാണുന്ന ഒരു പ്രതീതിയാണ്. സിനിമകളെക്കാളും വലിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കിരൺ കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, ഇനി പോലീസിന്റെ നീക്കം എന്താണ്? നിലവിൽ പോലീസ് എന്താണ് പ്രതികരിക്കുന്നത്? ഇത് പൂട്ടിക്കിടന്ന വീടാണ്, ഇത് ഡോക്ടറുടെ വീടാണ്. ഇതിന് പിന്നിൽ ഈ ശരീരം, മറ്റ് ശരീര അവയവങ്ങൾ എവിടേക്കെങ്കിലും ഉപേക്ഷിച്ചു എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് തുടരുന്നത്, അല്ലേ? ദേവിക, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ചോറ്റാനിക്കര എരുവേലിയിലുള്ള മംഗലശ്ശേരി വീട്ടിൽ നിന്നും ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ, അതായത് ഈ വീട് ഏകദേശം 20 വർഷത്തോളമായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഫിലിപ്പ് ജോൺ എന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം എറണാകുളത്താണ്, കൊച്ചിയിലാണ് ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ, 20 വർഷത്തിലധികമായി തന്നെ ഇവർ ഇവിടെ നിന്ന് പോയതാണ്. പിന്നീട് പലപ്പോഴും അദ്ദേഹം ഇടയ്ക്ക് വന്നു പോകും എന്നതല്ലാതെ ഈ വീട്ടിൽ താമസമൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി ഈ വീട് മാറുന്നു എന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇവിടുത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി ഇവിടെ ഒരു പരിശോധന നടത്തുകയും ആ സമയത്ത് ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഇത്തരത്തിൽ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഒരു തലയോട്ടിയും ഒപ്പം നട്ടലിന്റെ എല്ലുകൾ, കൂടാതെ ഈ വിരലിന്റെ അടക്കമുള്ള ചെറിയ എല്ലുകൾ, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ഏതായാലും ഇതിൽ ചില കാര്യങ്ങൾ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഈ പോലീസിന്റെ ഒരു പ്രാഥമികമായ പരിശോധനയിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം വർഷങ്ങളോട് 20 വർഷത്തിലധികം പഴക്കമുള്ളതായിരിക്കാം ഈ അസ്ഥികൂടങ്ങൾ എന്നുള്ളൊരു സംശയം തന്നെയാണ് ഉള്ളത്. മാത്രവുമല്ല, ഇത് ഒരു ഡോക്ടർ കുടുംബത്തിൻ്റെയാണ്. ഡോക്ടർ ഫിലിപ്പ് ജോണും അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാം തന്നെ ഡോക്ടർമാരാണ്. ഈ മക്കൾ രണ്ടുപേരും ഇപ്പോൾ വിദേശത്താണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇവർ പഠന ആവശ്യങ്ങൾക്ക് മറ്റും ആയിട്ട് കൊണ്ടുവന്നതായിരുന്നോ ഈ അസ്ഥികൂടങ്ങൾ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഏതായാലും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഫോറൻസിക് സംഘം എത്തി ഈ സ്ഥലത്ത് നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ ഫിലിപ്പ് ജോണിനെയും മൊഴി എടുക്കുന്നതിന് വേണ്ടി പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കൂടി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ഏതായാലും ഒരു ദുരൂഹത, അത്തരത്തിൽ ഒരു സംഭവം, ഈ ദുരൂഹത ആദ്യഘട്ടത്തിൽ തോന്നിയിരുന്നു എങ്കിൽ പോലും ഈ കൂടുതൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നത് ഈ അസ്ഥികൂടം അടക്കമുള്ള കാര്യങ്ങൾ ഇത് വർഷങ്ങളുടെ പഴക്കം ഉള്ളതാണ്. ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികൾ ഇവരുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കാം ഈ അസ്ഥികൂടങ്ങൾ എന്നുള്ളൊരു സംശയത്തിലേക്കാണ് പോലീസ് സംഘം എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി. എറണാകുളം ചോറ്റാനിക്കരയിൽ പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം കൂടുതലായി നടത്താൻ പോലീസ് ശ്രമിക്കുന്നു. പക്ഷെ മറുവശത്ത് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ട് പഠനാവശ്യങ്ങൾക്ക് കൊണ്ടുവന്നതാണോ എന്ന സംശയം കൂടി ബാക്കിയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ കുമാർ.